നമ്മളെ ജീവിതത്തിലൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും നമ്മളായിരിക്കും നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത്. സത്യമല്ലേ? ഒരു വട്ടെങ്കിലും തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് നമ്മുടെ ആടിലൊക്കെ ഷാജിപ്പാപ്പൻ പറയുന്ന പോലെ എന്താണ് ആ ഡയലോഗ്, ഇതിലും വലിയ ഗതികെട്ടപ്പൻ വേറെ ആരുണ്ട് കർത്താവെന്ന് ചോദിക്കൂലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്വയം ചോദിക്കുമ്പോൾ ഈ ഒരു പ്ലെയറിന്റെ കഥ ഓർത്ത് വെച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് കഥയല്ല, ശരിക്കും നടന്നൊരു സംഭവമാണ്. നമ്മുടെ ഒരു ജർമ്മൻ ഫുട്ബോളർ, ബെല്ലാക്കിനെ പറ്റി എല്ലാവർക്കും അറിയേണ്ട സംഭവം. മൈക്കിൾ ബെല്ലാക്ക് നമ്മുടെ ജർമ്മൻ ഫുട്ബോളർ ആയിരുന്നു. പുള്ളിക്കാരന്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് ഇൻസിഡൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് 2002 പുള്ളിക്കാരൻ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ തോറ്റു. ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനല്. അതിനുശേഷം 2002 പുള്ളിക്കാരൻ വേൾഡ് കപ്പിന്റെ ഫൈനലും തോറ്റു. 2002 ജർമ്മൻ കപ്പിന്റെ ഫൈനലും തോറ്റു. പിന്നെ 2008 വീണ്ടും ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ തോറ്റു. 2008 FA കപ്പിന്റെ ഫൈനലിൽ തോറ്റു. 2002 യൂറോ കപ്പിന്റെ ഫൈനലിൽ തോറ്റു. എന്ത് ഡിസാസ്റ്റർ ആണല്ലേ. അതായത് മേജർ ടൂർണമെന്റ്സിന്റെ ഫൈനലിൽ പുള്ളിക്കാരൻ ഇങ്ങനെ വീണ്ടും വീണ്ടും അടി പതറിയ വീണ കഥയാണ് കാണാൻ സാധിക്കുന്നത്. നിർഭാഗ്യം. വേൾഡ് കപ്പിന്റെ ഫൈനല്, യൂറോ കപ്പിന്റെ ഫൈനല്, ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനല്, FA കപ്പിന്റെ ഫൈനല്, പിന്നെന്താണ് ജർമ്മൻ കപ്പിന്റെ ഫൈനല്, പിന്നെ വേറൊരു കപ്പും കൂടി ഉണ്ടായിരുന്നല്ലോ, FA കപ്പ്, ചാമ്പ്യൻസ് ലീഗില് ചെൽസിക്കൊപ്പമുള്ള ഫൈനല്. എന്ത് ഡിസാസ്റ്റർ ആണ് പുള്ളിക്കാരന്റെ ലൈഫ്. ആലോചിച്ച് നോക്കി. ഇതൊക്കെ അടിച്ചെങ്കിൽ പുള്ളിക്കാരന്റെ സ്റ്റാച്ച് നോക്കി. 2 ചാമ്പ്യൻസ് ലീഗ് വിന്നർ, വേൾഡ് കപ്പ് വിന്നർ, യൂറോ കപ്പ് വിന്നർ, FA കപ്പ് വിന്നർ, അതുപോലെ തന്നെ ജർമ്മൻ കപ്പ്, DFB പോക്കൽ വിന്നർ. അപ്പോൾ ഫുട്ബോൾ എത്രത്തോളം ചില ആളുകൾക്ക് അവിടെ ഹേർട്ട് ചെയ്യുമെന്നുള്ളത് ഉദാഹരണമാണ്. എനിക്കെന്താ പറയാ, ഗതികെട്ടവൻ എന്നൊക്കെ പറയില്ല. അപ്പൊ അത്തരത്തിൽ ഫുട്ബോളിൽ ഗതികെട്ട നിർഭാഗ്യം നിറഞ്ഞൊരു പ്ലെയർ ആയിട്ട് നമുക്ക് മൈക്കിൾ ബെല്ലാക്കിനെ കണക്കാക്കാം. ഏതായാലും ഇടയ്ക്കൊക്കെ സ്വന്തം ഡെസ്പ് അടിച്ചെടുക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കൊക്കെ ഓർക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് മൈക്കിൾ ബെല്ലാക്കി എന്നുള്ളത്.